കുന്നംകുളത്ത് പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ചെറുവത്തൂർ ഗ്രൗണ്ടിലെ പൊതുസമ്മേളനത്തിൽ തൃശൂർ, ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. ഇവരുടെ ഇപ്പോൾ ചെറുവത്തൂർ ഗ്രൗണ്ടിന് മുന്നിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ചെറുവത്തൂർ ഗ്രൗണ്ടിലാണ് പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കൊച്ചി ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10:30 തന്നെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തും. അവിടെ നിന്നും ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് കൃത്യം 11 മണിക്ക് തന്നെ പൊതുപരിപാടി തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? സുരേഷ്, നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഒരു 11 മണിയോടുകൂടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെറുവത്തൂരിലെ ഗ്രൗണ്ട് ഭാഗത്തേക്ക് എത്തും എന്നുള്ളതാണ്. ചെറുവത്തൂരിൽ 10 മണിക്ക് തന്നെയാണ് പരിപാടി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കുന്നംകുളം മുതൽ ഈ ചെറുവത്തൂർ ഗ്രൗണ്ട് വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ആ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ഇടത്തു നിന്നും ഇപ്പോൾ ആളുകൾ ഈ പരിപാടി സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം വന്ന് മുൻനിരയിൽ തന്നെ സീറ്റ് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ആളുകളൊക്കെ ഈ പരിപാടി സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏതായാലും രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് 2ാം തവണയാണ് കേരളത്തിൽ എത്തുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ മാർച്ച് മാസം 19-ാം തീയതിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത്. അത് പാലക്കാടും പത്തനംതിട്ടയിലും നടന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഏതായാലും തൃശ്ശൂരിലെയും അതുപോലെ തന്നെ ആലത്തൂരിലെയും ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ ഒരു കുന്നംകുളത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയായ TN സരസുവിനും അതുപോലെ തന്നെ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയായ സങ്കല്പ പത്രം പുറത്തിറക്കിയത്. അതിനുശേഷം ആദ്യമായാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ പരിപാടി നടക്കുന്ന വേദിയിൽ തന്നെ കൃത്യമായി BJP എന്താണോ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അത് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടിയാണ് പുതിയ കേരളം എന്നുള്ള ആ ഒരു വാക്യം. ഏതായാലും അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞു തന്നെയാണ് ഈ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സങ്കല്പ പത്രത്തിൽ നമ്മൾ കണ്ടതാണ് നിരവധി കാര്യങ്ങൾ പ്രകടന പത്രികയിൽ തങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഈ സങ്കല്പ പത്രം പുറത്തിറക്കുക വഴി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് 4 തൂണുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രകടന പത്രികയാണ് തങ്ങൾ പുറത്തിറക്കുന്നത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതായത് ഗരീബ്, യുവ, അന്നദാത, ഗ്യാൻ എന്നിങ്ങനെ 4 വിഭാഗം, അതായത് പാവപ്പെട്ടവരും യുവജനങ്ങളും കൃഷിക്കാരും സ്ത്രീകളും, ഈ 4 വിഭാഗത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള പ്രകടന പത്രികയാണ് തങ്ങൾ പുറത്തിറക്കുന്നത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതേതായാലും തങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്നത് അതല്ലെങ്കിൽ അതിൽ തങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് കൃത്യമായി നടപ്പിലാക്കും എന്നുള്ളതും BJP പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അതിന് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ഏതായാലും ഇത്തവണത്തെ ഈ പ്രകടന പത്രികയിൽ സൗജന്യ റേഷൻ പദ്ധതിയും അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ വില കുറഞ്ഞ മരുന്നുകളുടെ വിതരണവും വരുന്ന 5 വർഷക്കാലം തുടരുമെന്നും ഇതൊക്കെ മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. ഭാരതത്തെ അന്താരാഷ്ട്ര നിർമ്മാണ ഹബ്ബാക്കുമെന്നും ഇന്ധനവില കുറയ്ക്കുമെന്നും അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സങ്കല്പ പത്രം പുറത്തിറക്കിയതിന് ശേഷം രാജ്യത്തിന്റെ പ്രധാന സേവകൻ വീണ്ടും കേരളത്തിലെത്തുമ്പോൾ എന്തൊക്കെയാണ് ഈ വേദിയിൽ അദ്ദേഹം ഇന്ന് പറയാനിരിക്കുന്നത് എന്നുള്ളത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ പരിപാടി സ്ഥലത്തേക്ക് ആളുകളൊക്കെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യം കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനു മുൻപ് നടന്ന പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചധികം സ്ത്രീകളുടെ ഒരു ഒഴുക്ക് നമുക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രായമായ അമ്മമാരും അതുപോലെ തന്നെ കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് ഏതായാലും ഈ പരിപാടിയിലേക്ക് എത്രത്തോളം സ്ത്രീകൾ എത്തുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ എത്രത്തോളം സ്ത്രീകൾ കേരളത്തിലെ ഏറ്റെടുത്തിരിക്കുന്നു, അവർക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് രാജ്യസേവകനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഈ സ്ത്രീകളുടെ വലിയ തിരക്ക് എന്നുള്ളത് എടുത്ത് പറയേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും
ഭൂരിഭാഗവും സ്ത്രീജനങ്ങളാണ്. കുട്ടികളും മറ്റുമൊക്കെ ആയിട്ടാണ് അമ്മമാർ ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. എത്രയും വേഗം മുന്നിലേക്ക് വന്ന്, നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പന്തലിലേക്ക് വന്ന് ഇരിപ്പിടം കണ്ടെത്തി അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഇപ്പോൾ BJP നേതാവായ പത്മജ വേണുഗോപാൽ അവരോട് എത്തിയിട്ടുണ്ട്. രാജ്യസേവകൻ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു, അതും കുന്നംകുളം എത്തുകയാണ്. എന്താണ് കുന്നംകുളം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ഹോം ടൗൺ ആണല്ലോ, തൃശ്ശൂർ ജില്ല. അദ്ദേഹത്തെ ഞാൻ കണ്ടതാണ് പത്തനംതിട്ട, പക്ഷെ എൻ്റെ ഹോം ടൗൺ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ BJPയുടെ സങ്കല്പ പത്രം പുറത്തിറക്കിയതിന് ശേഷം വരികയാണല്ലോ, അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടി കൃത്യമായി പറഞ്ഞു നൽകുക എന്നുള്ളതാണ്. അതെ, അല്ല, അതിലും അദ്ദേഹം പറഞ്ഞാൽ നടപ്പിലാക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയേ വേണ്ടൂ, അത് നടപ്പാക്കിയിരിക്കും. അതാണ് അദ്ദേഹത്തിനോടുള്ള വിശ്വാസം, ആ ഗ്യാരണ്ടിയോടുള്ള വിശ്വാസം. ഈ ആലത്തൂരും അതുപോലെ തന്നെ തൃശ്ശൂരിലെയും ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. ഏതായാലും ഈ ഭാഗത്തൊക്കെ എത്രത്തോളം പ്രതീക്ഷയാണ് BJPക്ക്? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സ്ത്രീകളെയാണ് അവർ നിർത്തിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇവിടെ കാസർഗോഡ് പോയപ്പോഴൊക്കെ എന്താ പറയണ്ട, 5-6 ഭാഷ പറയാനറിയുന്ന അത്രയും ഒരു വിവരമുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ ഇതിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അത്രയും എല്ലാം നല്ല കാൻഡിഡേറ്റാണ്. തൃശ്ശൂരും ഇത്തവണ തൃശ്ശൂർ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ആയിരിക്കും. അദ്ദേഹം എത്രയോ കാലമായിട്ട് അവിടെ ഇതായിട്ട് നിൽക്കുന്നതാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ തൃശ്ശൂരിലെ ജില്ലയിലേക്ക് എത്തുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ അത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണോ? മാത്രമല്ല ഇവിടെ ഇപ്പോൾ വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളെ കാണാൻ സാധിക്കും. അതെ, സ്ത്രീകളാണ് കൂടുതൽ മറ്റേ BJPക്ക്. കാരണം അവർക്കൊരു വിശ്വാസമുണ്ട്. അവരെ ഇപ്പോൾ എന്താ പറയുക, നല്ലപോലെ നമ്മൾ പറയില്ലേ, ഒരു അച്ഛൻ ഇതാക്കി നിർത്തണ മാതിരിയാണ് മോദി. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്കാണ് ആവേശം കൂടുതൽ ഞാൻ കണ്ടെടുത്തോളം. നിങ്ങൾ നേതാക്കൾക്ക് ഉൾപ്പെടെ വലിയ ആവശ്യം തന്നെയാണ് അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഒരു ഭയങ്കര ആവേശമാണ്. BJP നേതാവായ പത്മജ വേണുഗോപാൽ അവരാണ് സംസാരിച്ചത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് തങ്ങൾക്കുൾപ്പെടെ ഈ പ്രവർത്തിക്കാൻ വലിയ ഊർജം പകരുന്നു എന്നുള്ളത് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകളൊക്കെ എത്രയും വേഗം വന്ന് ഇരിപ്പിടം ഉറപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. എല്ലാവർക്കും രാജ്യസേവകനെ കാണാനും കേൾക്കാനും വേണ്ടി തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, വിവിധ നാടുകളിൽ നിന്നായി എത്തുന്നത് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കുറേ സ്ത്രീകൾ ഇനി എത്രത്തോളം ആവേശത്തിലാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഇങ്ങനെ കേരളത്തിലേക്ക് എത്തുമ്പോൾ? നല്ല ആവേശത്തിലാണ്. വളരെ കാണാൻ ആഗ്രഹിച്ചു നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വരുന്നതിൽ ഞങ്ങൾ ഭയങ്കര ആവേശത്തിലാണ്. നേരിട്ട് കാണാന്നുള്ള ഉദ്ദേശത്തിലാണ്. അതെ അതെ ആവേശത്തിലാണ്. അതെ, കാണാൻ നല്ല ആവേശമുണ്ട്. മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. എവിടെ നിന്ന് വരികയാണ്? ചിറ്റന്നൂര്. ഒരുപാട് ആളുകളുണ്ട്. എവിടെ നിന്ന് വരികയാണ്? ഞാനിവിടെ കുന്നംകുളം അടുത്ത് തന്നെ പെരുമ്പിലാവ് എരുമപ്പെട്ടി കടങ്ങോട് പറയും, അവിടെ നിന്നാണ് വരുന്നത്. മോനൊക്കെ ആയിട്ട് വെയിലത്ത് വരാൻ ബുദ്ധിമുട്ടൊന്നും? ബുദ്ധിമുട്ടില്ല, അവർക്കും കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇറങ്ങി വന്നത്. കൃഷ്ണായ കാരണം ക്ലാസ്സും ഇല്ലല്ലോ, അപ്പം ഞാൻ തനിയെ പോരുന്ന വിചാരിച്ചു. പക്ഷേ ഇവർക്കും പോരണമെന്ന് പറഞ്ഞു. അവർക്കും പ്രധാനമന്ത്രിയെ കാണണം. നമുക്ക് കിട്ടുന്ന ഒരു അസുലഭ നിമിഷങ്ങളല്ലേ ഇത്. ഗുരുവായൂർ വന്നപ്പോൾ കാണണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ അവർക്കും കാണാൻ കൂടി സാധിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇഷ്ടമാണ് പ്രധാനമന്ത്രി? പിന്നെ ഇഷ്ടമാണ്. മോദിജി ഇഷ്ടമാണ്? എത്ര പഠിക്കുന്നത്? പ്രധാനമന്ത്രി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അതുകൊണ്ടല്ല അവര് വന്നത്. ഞങ്ങൾക്ക് കിട്ടാൻ ഭാഗ്യം ഉണ്ടാവില്ലേ ചിലപ്പോ, ഇതിപ്പോ അതുകൊണ്ട് ഞങ്ങൾ വന്നു. ഏതായാലും രാജ്യത്തിന്റെ പ്രധാന സേവനെ കാണാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികളും അമ്മമാരും ഒക്കെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുക, ഒന്ന് അദ്ദേഹത്തെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇവരിൽ ഇപ്പോൾ പറഞ്ഞ ആ ഒരു വീട്ടമ്മ പറഞ്ഞതുപോലെ ഗുരുവായൂരിൽ വന്നിരുന്നു, പക്ഷെ അന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഗുരുവായൂരിന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശം കൂടിയാണ് കുന്നംകുളം. അതുകൊണ്ട് തന്നെ അവിടെ കാണാൻ കഴിയാത്ത ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് കൂടെയാണത് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇവിടുത്തെ ഈ ഒരു പരിപാടി ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാവുന്നു എന്നുള്ളത് ഈ പരിപാടി നടക്കുന്ന പ്രദേശം തന്നെയാണ്. കാരണം കുന്നംകുളം എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെയും അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിൻ്റെയും 2 മണ്ഡലത്തിൻ്റെയും ബോർഡർ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 മണ്ഡലത്തിലും ഏത് വിധേനയും വിജയം കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി
വിജയിക്കും എന്നുള്ളത് എതിരാളികൾ പോലും പലപ്പോഴും പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഒപ്പം തന്നെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കഴിഞ്ഞ തവണയൊക്കെ BDJS നൽകിയ മണ്ഡലമായിരുന്നെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി അവർ ഒരു സ്ഥാനാർത്ഥിയെ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ BJP സ്ഥാനാർത്ഥിയിലൂടെ വലിയ ഒരു ഇളക്കം ആ മണ്ണിൽ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആലത്തൂരിലെ പ്രത്യേകത. കാരണം ആലത്തൂരിൽ ഡോക്ടർ TN സരസുവാണ്, വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ TN സരസുവാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി. BDJSന് കഴിഞ്ഞ തവണയൊക്കെ നൽകിക്കൊണ്ടിരുന്ന മണ്ഡലത്തിൽ പെട്ടെന്നാണ് ഒരു സസ്പെൻസ് പോലെയായിരുന്നു TN സരസുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിക്ടോറിയ കോളേജിൽ SFIക്കാർ ഈ സരസു ടീച്ചർ പ്രിൻസിപ്പളായിരുന്ന കാലയളവിൽ അവർക്ക് കുഴിമാടം തീർക്കുകയും റീത്ത് വയ്ക്കുകയും ഒക്കെ ചെയ്തവരെ വലിയ രീതിയിൽ അപമാനിച്ചിരുന്നു. ഈ സിദ്ധാർത്ഥനെ പോലുള്ള കുട്ടികൾക്ക് നേരെയൊക്കെ ഈ SFIയുടെ യുവാക്കൾക്ക് നേരെയൊക്കെ SFIയുടെ അതിക്രമം ഉണ്ടായി. ആ യുവാവിന് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത് കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വേള. ആ വേളയിലാണ് ഇത്തരത്തിൽ ഡോക്ടർ TN സരസുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള കൃത്യമായ ഒരു സന്ദേശം BJP നൽകിയത്. മാത്രമല്ല TN സരസുവിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ പോലും വളരെ PhDയും ഡോക്ടറേറ്റും ഒക്കെ ഉള്ള, അതുപോലെ തന്നെ വളരെ അധികം വിദ്യാഭ്യാസ യോഗ്യതകളുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ TN സരസു. അങ്ങനെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ജനസഞ്ചയം തന്നെയാണ് ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.